പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവമിടയാക്കിയതിൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം വചനത്തിലുണ്ട്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത്, അതായത് ആദാമ്യ തലമുറ ആദാമിൻ്റെ അനുസരണക്കേട് കൊണ്ട് എല്ലാ മേഖലകളിലും പരാജയത്തെ, തകർച്ചയെ വിളിച്ചു വരുത്തിയപ്പോൾ, എല്ലാ മേഖലകളിലും പ്രതിസന്ധിയെ ആദാമ്യ തലമുറ വിളിച്ചു വരുത്തിയപ്പോൾ, യേശുക്രിസ്തുവിലൂടെ ആ ആദാമ്യ തലമുറയിൽ വന്ന സകല ശാപത്തെയും, യേശുക്രിസ്തു മുഖാന്തരം ആ സകല ശാപത്തെയും സകല രോഗത്തെയും ക്രൂശിൽ തകർത്തു, എന്നേക്കുമായി അതിനുമേൽ ജയം കൽപ്പിച്ചു. അപ്പോൾ നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ക്രൂശീകരണവും യേശുവിൻ്റെ പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തിയ ഒരു വലിയ മാറ്റം, അതിനെക്കുറിച്ച് നാം നമ്മുടെ ജീവിതത്തിനകത്തൊരു വെളിപ്പാടുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതായത് യേശുവിൻ്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ യേശുവിനെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവ്, ആദാമിനെക്കുറിച്ച് പറയുന്നത് ജീവനുള്ള ദേഹി. ജീവനുള്ള ദേഹിയായിരുന്ന ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാകുന്ന യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചു. അപ്പോൾ നമുക്ക് ഈ വചനത്തിൽ, ഈ വചനം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതായത് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരിക്കലായി എന്നേക്കുമായി നിവർത്തിച്ചതായ ഈ രക്ഷയുടെ പ്രവൃത്തി, പൂർത്തീകരണ പ്രവൃത്തി, അതിൻ്റെ നിലനിൽപ്പ്, അതായത് അതിൻ്റെ ഉപഭോക്താക്കളായിട്ട്, അതിൻ്റെ ആ ഗുണം അനുഭവിക്കുന്നവരായി നമ്മൾ മാറാനായിട്ട് നാം എന്താണ് പ്രാപിക്കേണ്ടത്, നാം എന്താണ് ചെയ്യേണ്ടത്, യേശുവിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നതാണ് ദൈവവചനം. അപ്പോൾ ഈ ദൈവവചനത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് അറിയാനും നമ്മെക്കുറിച്ച് അറിയാനുമൊക്കെയാണ് നമ്മൾ ഈ വചനം വായിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വചനം വായിക്കുന്നത് അറിവിന് വേണ്ടിയായിരിക്കരുത്, തിരിച്ചറിവിന് വേണ്ടിയാണ്. നാം ആരാണെന്ന് തിരിച്ചറിയുക. ആമേൻ. തിരിച്ചറിവ്. നമുക്കറിയാം, നമുക്കറിയാം തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുമ്പം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ട്, അല്ലേ? അദ്ദേഹം വന്ന് നിൽക്കുക. പക്ഷേ അതേസമയത്ത് ആ കാർഡ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ തിരിച്ചുള്ള അറിവ് പല രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആമേൻ ഉള്ളതാണ്. ഏത്? ഹല്ലേലൂയ. ആ കാർഡ് ഇതുപോലെ തന്നെയാണ് ദൈവവചനത്തിനകത്ത് നമുക്ക് നോളജ് അല്ല നമുക്ക് ലഭിക്കേണ്ടത്, ഐഡൻറ്റിഫൈ, നമ്മൾ ആരാണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടക്കുകയാണ് ദൈവവചനം വായിക്കുമ്പോൾ. അപ്പോൾ ദൈവവചനത്തിനകത്ത് ഈ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ദൈവവചനം. അല്ല നമുക്ക് കുറേ അറിവ് തരുന്നതല്ല. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവം എവിടെ വസിക്കുന്നത്, ദൈവത്തിൻ്റെ പേരെന്താ, ദൈവത്തിൻ്റെ രൂപം എന്താ. പ്രിയപ്പെട്ടവർ, ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് അവസാനം പറയും ദൈവം ഇല്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി, നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ്, അതെ, ഹല്ലേലൂയ, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ എനിക്കെന്താണ് സംഭവിച്ചത്, എനിക്ക് വേണ്ടി എന്താണ് സ്വർഗം ചെയ്തത് എന്ന് തിരിച്ചറിയുവാനായിട്ടാണ് നിങ്ങൾ ഈ വചനം വായിക്കുന്നതെങ്കിൽ നിങ്ങളിൽ വിസ്മയകരമായ ആമേൻ ഹല്ലേലൂയ മാറ്റവും പരിവർത്തനവും ഉണ്ടാക്കുവാനായിട്ട് ഈ വചനത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ, വചനത്തോട് സമീപിക്കുമ്പോൾ, ഇത് നിങ്ങൾ എന്തൊക്കെയോ ചില അറിവ് പ്രാപിക്കാൻ വേണ്ടി വായിക്കുന്നു എന്ന നിലയിലാകരുത്. ഈ വചനത്തിലൂടെ നിങ്ങൾക്കൊരു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് വിത്ത് സൺ ഓഫ് ഗാഡ്, ദൈവപുത്രനോട് അനുരൂപമാകാനായിട്ടാണ് എന്നെ വിളിച്ചതെന്ന ബോധ്യത്തോടുകൂടെ ആമേൻ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ മാറ്റത്തെ കൊണ്ടുവരും.
അസാമാന്യമായ മാറ്റത്തെ കൊണ്ടുവരും. അതേ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ നിങ്ങൾ കർത്താവിൽ ആരാണെന്ന്. ഇവിടെ ഈ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം അതിന് 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിലത്തെ പൊടികൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആദം ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നവനായ ആദമിനെക്കുറിച്ച് നമുക്കറിയാം. ദൈവം ആദം ചോദിക്കാതെ തന്നെ ആദമിന് വേണ്ടുന്നത് സകലതും നൽകി. ആദം ചോദിക്കാതെ തന്നെ ആദമിന് ആവശ്യമുള്ളത് സകലതും ദൈവം നൽകി. അങ്ങനെ സകലതും, ആദമിന് ആവശ്യമുള്ള സകലതും ചോദിക്കാതെ തന്നെ പ്രാപിച്ചവനായ ആദം, ആദമിന് ആവശ്യമുള്ളത് സകലതും ചോദിക്കാതെ തന്നെ പ്രാപിച്ചവനായ ആദം, ആ ആദമിനെ നമ്മൾ കാണുന്നത്, ആദമിന് തുണയായിട്ട് ഹവ്വയെ കൊടുത്തു, മനോഹരമായൊരു തോട്ടം കൊടുത്തു, അവനാവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ ഒരുക്കി, അവിടെ ഒരു നദിയുണ്ടായിരുന്നു, എല്ലാം അവനാവശ്യമുള്ളത് സകലതും, അവന് സന്തോഷിക്കാനായിട്ട് മൃഗങ്ങൾ, പറവകൾ, അതെല്ലാം ആദമിൻ്റെ ജീവിതത്തെ പുഷ്ടി പിടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആദമിൻ്റെ ജീവിതം ഉല്ലാസകരമാക്കാൻ, സന്തോഷകരമാക്കാനായിട്ട് കർത്താവ് നൽകിയതാണ് എല്ലാം. പക്ഷേ ആദമിനോട് കർത്താവ് പറഞ്ഞിരുന്ന കണ്ടീഷൻ, ഈ പഴം തിന്നരുത്, തിന്നുന്ന നാളിന് മരിക്കും. ഏതാ? തോട്ടത്തിലെ നടുവിലെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിന് മരിക്കും. അവിടെ ആദം ആ പഴം പറിച്ച് തിന്നു. എന്തുകൊണ്ടാണ് ആ പഴം പറിച്ച് തിന്നാനിടയായത്? നമുക്കറിയാം, സാത്താൻ വന്നിട്ട് പറഞ്ഞത്, സർപ്പം വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: ഈ പഴം തിന്നുന്ന നാളിൽ നിൻ്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെപ്പോലെയാകും, നീ നന്മ തിന്മകളെ തിരിച്ചറിയും. അപ്പോൾ അവിടെ ആദമിൻ്റെ ജീവിതത്തിനകത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ തിരിച്ചറിയാതെ പോയി. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ തിരിച്ചറിയാതെ പോയി. അവനെ ദൈവം എന്തിനാണ് ആക്കി വെച്ചത്? ഒരു കുറവും അവനിലുണ്ടാകാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് തന്നെയാണ് കർത്താവ് ആദമിനെ വിളിച്ചിരുന്നത്. അപ്പോൾ ആദമിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദൈവം മറച്ചു വെച്ചിരിക്കെ, ആദം ആ ഐഡൻറ്റിറ്റി, അവൻ്റെ വ്യക്തിത്വം തിരിച്ചറിയാതെ, അവൻ ആരാണെന്ന് തിരിച്ചറിയാതെ, ഈ സാത്താൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ സർപ്പം പറയുന്നതിനെ അനുസരിക്കേണ്ടവനല്ല ഞാൻ, ഈ ഹവ്വ പറയുന്നത് അനുസരിക്കേണ്ടവനല്ല ഞാൻ, ഹവ്വ ചിന്തിക്കണമായിരുന്നു സർപ്പം പറഞ്ഞതിനെ അനുസരിക്കാൻ ഉള്ളവളല്ല ഞാൻ എന്ന് തിരിച്ചറിയേണ്ടതിന് പകരം ആ തിരിച്ചറിവില്ലാതെ പോയതാണ് അവരെ പഴം പറിച്ചു തിന്നുകയും അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരികയും ചെയ്തത്. എന്നാലും നമുക്കറിയാം, ആ വീഴ്ചയോടുകൂടെ സംഭവിച്ച കാര്യം എന്താണ്? ആദമിൻ്റെ അകത്ത് ഭയം വന്നു. അതായത് ദൈവത്തോട് തന്നെ ഐഡൻറ്റിഫൈ, ദൈവത്തോട് സമനായിരുന്ന അവൻ ഹി ഐഡൻറ്റിഫൈ ഹിംസെൽഫ് വിത്ത് ആഡമിക്, ആദമിൻ്റെ ബലഹീനത. ആദം അതായത് അതിനെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇത്രേ ഉള്ളൂ: ആദമിൻ്റെ പരിപൂർണത, അല്ലെങ്കിൽ ആദമിൻ്റെ പെർഫെക്ഷൻ ദൈവവും ആദമും തമ്മിലുള്ള ഫെലോഷിപ്പിനകത്തായിരുന്നു. പക്ഷേ ആ ഐഡൻറ്റിഫിക്കേഷൻ, ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടിട്ട് അവനിൽ സംഭവിച്ചൊരു കാര്യം, അവനിൽ തന്നെ ആദമായിട്ട് തിരിച്ചറിഞ്ഞു. അവനിൽ തന്നെ കുറവുകളുള്ള അവനെ തിരിച്ചറിഞ്ഞു. അവിടെയാണ് അവൻ വീണുപോയത്. അവൻ ദൈവത്തിലായിരുന്നപ്പോൾ അവൻ നിറവുള്ളവനായിരുന്നു. ദൈവത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ അവനിലൊരു പ്രശ്നമുണ്ടായി. അവൻ്റെ ഇംപെർഫെക്ഷൻ വെളിപ്പെട്ടു. അങ്ങനെ അവൻ്റെ ഇംപെർഫെക്ഷൻ വെളിപ്പെട്ടു. അവന് തന്നെ ബോധ്യമുണ്ടായി, അവൻ നഗ്നനെന്ന് അറിഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പറയുന്നത്, അവർ നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. എന്നാൽ 3:9-ലും 10-ലും നമ്മൾ കാണുന്നത്, അവൻ നഗ്നനാകൊണ്ട് നഗ്നനെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അവിടെ ആ ഐഡൻറ്റിഫൈ ഹിംസെൽഫ് വിത്ത് ഗോഡ്, ദൈവ സാദൃശ്യവും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ആദം, ആ ദൈവത്തോടുണ്ടായിരുന്ന ആ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി, ദൈവത്തോടുണ്ടായിരുന്ന
സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടവനായ ആദം അവനിൽ തന്നെ വീഴ്ച കാണാൻ തുടങ്ങി, കുറവ് കാണാൻ തുടങ്ങി. അവിടെ നിന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവിധമായ പ്രതിസന്ധികളും ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോക മനുഷ്യരെ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യന് അസ്വസ്ഥതകളുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന് ശാരീരികമായി നിൽക്കുന്ന വെല്ലുവിളികൾ ഇന്ന് ധാരാളമാണ്. രോഗം എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നമുക്കിന്ന് ഒരു കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ രോഗമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുമോ? 14 വയസ്സുള്ള മോന് ഇന്ന രോഗമുണ്ടാകുമോ, ഇങ്ങനത്തെ രോഗം വരുമോ എന്ന് ഒരു കാലത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പലവിധ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും അത് വലിയ പ്രയാസം ആ കുടുംബം അനുഭവിക്കും, ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് ആദമിൻ്റെ ലൈഫിൽ ആദമിനുണ്ടായിരുന്ന ഒരു കാര്യം, ആദം ദൈവത്തോടുകൂടെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിന് പകരം അവനിലേക്ക് തന്നെ ഒരു നോട്ടമുണ്ടായി. അവനിലേക്ക് തന്നെ ദൃഷ്ടി പതിച്ചു. താൻ നഗ്നനെന്നറിഞ്ഞു. അവനോട് തന്നെ പറഞ്ഞു, ഞാൻ നഗ്നനാണ്. അവനോട് തന്നെ പറഞ്ഞു, നീ ഭയപ്പെടേണ്ടവനാണ്. അവനോട് തന്നെ പറഞ്ഞു, ദൈവം വരുന്നുണ്ട്, ദൈവത്തോട് മുമ്പിൽ നിൽക്കാൻ നിനക്ക് യോഗ്യതയില്ല. അവൻ ഓടി മറഞ്ഞു. ആദമിൻ്റെ ജീവിതത്തിലെ പരാജയമെന്ന് പറയുന്നത് പഴം പറിച്ചു തിന്നു എന്നതിനപ്പുറത്ത് അവനെ തന്നെ ശരിയായ നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിന് പകരം, ശരിയായ നിലയിൽ അവനെ തിരിച്ചറിയേണ്ടതിന് പകരം അവൻ തെറ്റായ നിലയിൽ അവനെ തിരിച്ചറിഞ്ഞു. അവിടെയാണ് അവൻ്റെ പരാജയം ആരംഭിക്കുന്നത്. ഇന്നും പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെപ്പോഴാണോ വെൻ യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളെ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ ജയമിരിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അതെ, വചനം എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മളെ മുൻനിർണയിച്ചു. എഫേസ്യ ലേഖനം 1:4. ക്രിസ്തുവിൽ, അവനിൽ നമ്മളെ മുൻനിർണയിച്ചു. റോമാലേഖനം 8:29 അവൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട് മുൻനിർണയിച്ചു. ക്രിസ്തുവിൽ നമ്മളെ മുൻനിർണയിച്ചു. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലോക മനുഷ്യരോടാണ്, ലോക സാഹചര്യങ്ങളോടാണ്, അല്ലേ? ചിന്തിച്ച് നോക്കിക്കുക, ഇന്ന ആൾക്ക് രോഗം വന്നു, അവർ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായി, അവർ പല സർജറി ചെയ്തിട്ടും സൗഖ്യമായില്ല, അവർ ഇത്ര വർഷമേ അതിനുശേഷം ജീവനോടിരുന്നുള്ളൂ, അവർക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ടായി. അപ്പം ഈസി ആയിട്ട് നമ്മൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്യും. എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്ന അവർ തന്നെയാണ്, വിശ്വാസികൾക്ക് തന്നെയാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായത്. മുടങ്ങാതെ അവർ പള്ളിയിൽ പോകുന്നവരാണ്, അവർ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവാണ്, അവർക്കിങ്ങനെ സംഭവിച്ചു. അല്ലെങ്കിൽ ഇന്ന ആൾ ശുശ്രൂഷയിൽ, പള്ളിയിലെ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ ശുശ്രൂഷകളിൽ വളരെ മുമ്പിൽ നിൽക്കുന്നവർ, അവർക്കിങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ തരത്തിലെ അറിവുകൾ, ഈ തരത്തിലുള്ള നമ്മളെ കർത്താവിൽ ആരാണെന്ന്, നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടതിന് പകരം സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ മനസ്സിലാക്കുന്നിടത്താണ് പരാജയം വരുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളെ നോക്കരുത്. ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ, നിങ്ങളുടെ കൂടെ വന്നവർ, രക്ഷിക്കപ്പെട്ടവർ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ദൈവവചനം വായിക്കുന്ന, ഇറ്റ് ഇസ് നോട്ട് ഫോർ നോളജ് ബട്ട് ഫോർ ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ബൈബിൾ വായിക്കുന്നത് അറിവിനല്ല, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയേണ്ടതിനാണ്. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ്, യെസ്, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടായി, പ്രതികൂലമുണ്ടായി, പക്ഷേ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ അല്ല.
എൻ്റെ ജീവിതത്തിനകത്ത് തന്നെ ജയവും അനുഗ്രഹവുമാക്കി തീർക്കുവാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ക്രൂശിൽ അവൻ നിവർത്തിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള എൻ്റെ പ്രതിസന്ധികളെ നോക്കി തളർന്ന് നിരാശപ്പെട്ട് ആവലാതിപ്പെട്ട് ഞാൻ എന്നെ തന്നെ തകർക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാൽ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആമേൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ആമേൻ. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ തിരഞ്ഞെടുത്തു, അത് ആരംഭിച്ച പ്രവൃത്തിയാണ്. ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു, അത് ആരംഭിച്ച പ്രവൃത്തിയാണ് അല്ലേ? ലോകസ്ഥാപനത്തിനു മുമ്പേ അടിക്കപ്പെട്ടവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ പുത്രനോട് അനുരൂപമാകാനായിട്ട് എന്നെ വിളിച്ചവൻ, ലോകസ്ഥാപനത്തിന് മേൽ വിളിച്ചെന്നെ നീതീകരിച്ച് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയവൻ. അപ്പോൾ ഇതൊക്കെ എന്നിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തവനായ ദൈവം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കാരണക്കാരനായ ദൈവം ചെയ്ത കാര്യമാണ്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്തവനായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവൻ, ക്രിസ്തുവിൻ്റെ നാളിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ പൂർത്തീകരണം ഉണ്ടായി. അതായത് യേശുവിൻ്റെ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അവനോടുകൂടെ ഞാനും മരിച്ചു, അവനോടുകൂടെ ഞാനും അടിക്കപ്പെട്ടു, അവനോടുകൂടെ ഞാനും തകർക്കപ്പെട്ടു, അവനോടുകൂടെ ഞാനും കുഴിച്ചിടപ്പെട്ടു. റോമാലേഖനം 6:1-9 വരെയുള്ള വാക്യങ്ങളിൽ ഇത് എടുത്തെടുത്തു പറയുന്നുണ്ട്. ഗലാത്യർ 2:20 ഇത് പറയുന്നുണ്ട്. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ അടിക്കപ്പെട്ടു, അവനോടുകൂടെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാം വാക്യത്തിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ച അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഇത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലും ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നിൽ ആരംഭിച്ച പ്രവൃത്തി ആമേൻ ക്രൂശിൽ അതിന് നിവൃത്തി ഉണ്ടായി. ആമേൻ. അതിൻ്റെ ഫുൾഫിൽമെൻറ്റ്, അതിന് നിവർത്തി പൂർത്തീകരണം ഉണ്ടായി. പക്ഷേ ആ പൂർത്തീകരിക്കപ്പെട്ട ആ പ്രവൃത്തി നിറവായത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്രൂശിലെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ പിതാവ് എന്നിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ കംപ്ലീഷൻ, അത് കംപ്ലീറ്റായി. പക്ഷേ അത് പെർഫെക്റ്റ് ആയത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ്. എൻ്റെ അകത്തൊരു തിരിച്ചറിവുണ്ടായി. യേശുവിൻ്റെ കൂടെ ഞാൻ മരിച്ചു, യേശുവിൻ്റെ കൂടെ ഞാൻ പുനരുത്ഥാനം ചെയ്തു, യേശുവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. രോഗത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല, ശാപത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല. എത്ര മാരക രോഗമാകട്ടെ, എത്ര മാരക രോഗമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെ എൻ്റെ രോഗത്തിന് യേശു ഹല്ലേലൂയ ആമേൻ പരിഹാരം വരുത്തി. ഇനി ഞാൻ രോഗത്തിൽ കിടന്ന് കുഴയേണ്ടവനല്ല, രോഗം എന്നെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികച്ചിരിക്കുക. യെസ്, ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ അതിൻ്റെ നിറവ്, അതിന് നിവർത്തി സംഭവിച്ചു. ഇനി ഞാൻ ശാപത്തിലും പാപത്തിലും ദാരിദ്ര്യത്തിലും കടന്ന് തകർന്ന് തരിപ്പണമാകാനുള്ളവനല്ല. യെസ്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേൽ പിശാചിനുള്ള സകലാധിപത്യങ്ങളും തകർന്നിരിക്കുകയാണ്. എൻ്റെ സമ്പത്തിൻ്റെ മേൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ, എൻ്റെ ദർശനത്തിൻ്റെ മേൽ, എൻ്റെ ബലത്തിൻ്റെ മേൽ, എൻ്റെ ജ്ഞാനത്തിൻ്റെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, എനിക്ക് ദൈവം തന്ന ദർശനം, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിൻ്റെ മേലുള്ള പിശാചിൻ്റെ സകല പിടുത്തവും പൊട്ടി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ. നമ്മളെപ്പോഴാണോ ഇതിൻ്റെ തിരിച്ചറിവ്, അറിവല്ല തിരിച്ചറിവ്, ആമേൻ, ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളെ തിരിച്ചറിയണം. ആ ക്രിസ്തുവിലുള്ള തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വരും, യെസ്, ഈ ശരീരത്തിൽ രോഗം വാഴാനുള്ളതല്ല, ഈ മനസ്സിനകത്ത് നിരാശ വാഴാനുള്ളതല്ല, എൻ്റെ സാമ്പത്തിക മേഖലയിൽ ദാരിദ്ര്യം വാഴാനുള്ളതല്ല, ദാരിദ്ര്യത്തിന് എൻ്റെ
ആമേൻ ആമേൻ. എൻ്റെ സമ്പത്തിൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ പിശാചിന്, ദരിദ്രത്തിൻ്റെ ആത്മാവിന് എൻ്റെ സാമ്പത്തിക മേഖലയുടെ മേൽ അധികാരമില്ല. ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങളെ തന്നെ ക്രിസ്തുവിൽ ആരാണെന്നും തിരിച്ചറിഞ്ഞ്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, അഭിവൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. യെസ്, മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. എന്തിനാ അവകാശികൾ? കൈയടിച്ച് പാടാൻ, അന്യഭാഷ പറയാൻ, സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ ആണോ? തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് ഒതുക്കരുത്. അതിനപ്പുറമായി നിങ്ങൾ കാണണം. എന്താ കാണേണ്ടത്? നിങ്ങളകത്തൊരു ബോധ്യം ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഈ ഭൂമിയിലും നിത്യതയിലും അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് ഞാൻ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അടുത്ത ആഴ്ചയിലല്ല, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ, ഞാൻ ആയിരിക്കുന്ന അതേ സിറ്റുവേഷനകത്ത് ഇതിൻ്റെ മുഴുവൻ സമൃദ്ധിയും ഉയർച്ചയും അനുഗ്രഹങ്ങളും നിറവും പ്രാപിച്ച് അതിൽ പറക്കുവാൻ, അതിൻ്റെ അഭിവൃദ്ധിയിൽ ഹല്ലേലൂയ വാഴുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. യെസ്, അതിൽ വാഴാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഒരു കുറവും എനിക്ക് വരത്തില്ല, ഒരു ദോഷവും എനിക്ക് വരത്തില്ല, ഒരു തിന്മയും എനിക്ക് വരത്തില്ല. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അതിനെ നിവർത്തിക്കുമെന്ന പൂർണ്ണമായ ബോധ്യം. ഹല്ലേലൂയ. ആദാമിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അവൻ ദൈവത്തിൽ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിന് പകരം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും. അതായത് ആദം ഈവ് മാത്രമാകുന്ന, അല്ലെങ്കിൽ ആമേൻ, ആ ഒരു എന്താ പറയുക, ദൈവത്തോട് ചേർന്ന് നിന്നതിൽ നിന്ന് അവരിലേക്ക് തന്നെ ഒതുങ്ങി. അവർ ദൈവത്തിൽ ആരാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, യെസ്, ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് നോക്കുകയും, അതാ വചനം പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. ഒരു പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പം നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഐ എം പെർഫെക്റ്റ് മൈസെൽഫ്. ഞാനിന്ന് നീതിമാനും വിശുദ്ധനുമായിരിക്കാം, കാരണം പാപമില്ലാത്തതുകൊണ്ടല്ല. പാപമുണ്ട്, എന്നെ കുറവുകളുണ്ട്. പക്ഷേ എൻ്റെ ബലഹീനതയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നതിനേക്കാളും വളരെ ക്ലിയറായിട്ട് ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ പാപം ചെയ്യാതിരിക്കുന്നു, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് എൻ്റെ സ്വയനീതിയല്ല. പാപം എന്നിലുണ്ട്, അഴുക്കുകളുണ്ട്, കുറവുകളുള്ളപ്പോഴും എനിക്കൊരു രക്ഷകനുണ്ട്, എന്നെ നീതീകരിക്കുന്ന ഒരുവനുണ്ട്. അപ്പോൾ ആദമിന് ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ദൈവത്തെ പോലെ ആകണം, നന്മതിന്മകളെ അറിയണം, കണ്ണ് തുറന്ന് ജീവിക്കണം. പക്ഷേ കണ്ണ് തുറന്നാണ് അവൻ ജീവിക്കുന്നത്. കാരണം വചനം പറഞ്ഞല്ലോ, അവർ നഗ്നരെന്ന് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ലജ്ജ തോന്നിയില്ല. അപ്പോൾ കണ്ണ് തുറന്നത് എന്തിൻ്റെയാണ്? അവരുടെ കാണാനുള്ള കണ്ണല്ല, അറിവിൻ്റെ കണ്ണാണ് തുറന്നത്. അവർ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പോൾ ആ അറിവിൻ്റെ കണ്ണാണ് തുറന്നത്, അല്ലാതെ അവർക്ക് ഈ കാണാനുള്ള കണ്ണല്ല തുറന്നത്. ദൈവത്തെപ്പോലെ ആയിരുന്നവർ, പക്ഷേ അവർ ദൈവത്തോട് ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം ആ ഒരു നിമിഷം അവരിൽ തന്നെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവിടെയാണ് അവർ തോറ്റുപോയത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ രോഗം വാഴത്തില്ല. നിങ്ങളെ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ക്രിസ്തു യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് നിങ്ങളെ തന്നെ ചേർത്ത് നിർത്തിക്കേ. അവിടെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകും, നിങ്ങളുടെ മേൽ രോഗം വാഴത്തില്ല, ശാപം വാഴത്തില്ല. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറട്ടെ. പലവിധ ചികിത്സകൾ ചെയ്തിട്ടും, പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും, പലരെ പോയി കണ്ടിട്ടും, പല വിധത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾക്കറിയാവുന്ന സകല കാര്യവും ചെയ്തിട്ടും സൗഖ്യമാകാതിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ അത്ഭുതം ചെയ്യാനായിട്ട് കർത്താവിന് സാധിക്കും.
അതെ, ഞാൻ ഒന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുക. ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൽ ഞാൻ സമൃദ്ധിയിലാണ്. ക്രിസ്തുവിൽ ഞാൻ ഹല്ലേലൂയ ഒരു ഉയർച്ചയാണ്. ക്രിസ്തുവിൽ എനിക്ക് എല്ലാ നന്മകളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാമോ? നിങ്ങളുടെ അവസ്ഥ മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. കർത്താവരുടെ ജീവിതത്തിൽ കർത്താവ് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അവരെ തന്നെ കർത്താവ് ചുറ്റുപാടുകളോടും മനുഷ്യരോടും ചേർത്ത് അവരെ തിരിച്ചറിയുമ്പോൾ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തവർ നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവുകളുടെ സാഹചര്യങ്ങളെ ജയിച്ച് മുന്നോട്ട് കുതിപ്പാനുള്ള അസാധാരണമായ കൃപ ഇപ്പോൾ അവരിൽ വെളിപ്പെടട്ടെ. അവരുടെ കുടുംബജീവിതങ്ങളിൽ, അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അവരിൽ സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് കർത്താവ് അവരുടെ ജീവിതത്തെ വാണു നിൽക്കുന്ന ശാപങ്ങൾ, അവരുടെ സാമ്പത്തികമായ നിലയിൽ വീഴ്ചകളെ, ആ സാമ്പത്തികമായ നിലയിൽ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന തെറ്റായ ഡിസിഷൻ കൊണ്ട്, തെറ്റായ ബന്ധങ്ങൾ കൊണ്ട്, തെറ്റായ മാനിപ്പുലേഷൻ കൊണ്ട് അവൻ്റെ സാമ്പത്തിക മേഖലയിൽ തകർച്ചകളെ കൊണ്ടുവരുന്ന എല്ലാ മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങനെ പിശാച് മോഷ്ടിക്കുന്ന അവസ്ഥകൾ, ആവശ്യമില്ലാതെ സമ്പത്ത് നശിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അവസ്ഥകളും അവരെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സകല രോഗങ്ങളെയും കാൽവരി ക്രൂശിൽ ചുമന്നു തീർത്ത് അടിപ്പിണരുകളാൽ സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. ശരീരങ്ങളിൽ ഈ നിമിഷം സൗഖ്യം വെളിപ്പെടട്ടെ. അടിപ്പിണരാനുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ആ രോഗശക്തികൾ അഴിയട്ടെ. ഈ നിമിഷം ആ രോഗബാധകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ തന്നെ മാറട്ടെ. രോഗങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ നിലയിൽ സൗഖ്യം വെളിപ്പെടട്ടെ. സൗഖ്യം വെളിപ്പെടട്ടെ. ജീവൻ്റെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കുന്നതിനായിട്ട് നന്ദി കർത്താവ്. സകല രോഗങ്ങളും, മാറാത്ത രോഗങ്ങൾ എന്തുമാകട്ടെ, ആസ്മ, അലർജി, ഹല്ലേലൂയ, അൾസർ, അസിഡിറ്റി, അതുപോലെ ഹല്ലേലൂയ ദഹനേന്ദ്രിയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ഏത് രോഗമാകട്ടെ, ഇപ്പോൾ രക്തത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതകരമായ ശരീരങ്ങളെ വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു കർത്താവ്. തൊട്ടതിനായി നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ ആൻഡ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.